കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ ടോൾ വെട്ടിച്ച് കടന്നുപോകുന്ന വാഹനങ്ങളെ പിടികൂടാൻ പോലീസ്. ടോൾ നൽകാതെ ബൂംബാരിയെ തട്ടിത്തെറിപ്പിച്ച് കടന്നുപോകുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ടോൾ പ്ലാസ അധികൃതർ പോലീസിന് കൈമാറി തുടങ്ങി. ഞായറാഴ്ച മാത്രം ടോൾ നൽകാതെ കടന്നുപോയത് 86 വാഹനങ്ങളാണ്. ഇതിൽ KSRTC സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടും. അതേസമയം ടോൾ പ്ലാസയിലെ സാങ്കേതിക പ്രശ്നങ്ങളും വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫാസ്ടാഗ് സ്കാനിംഗ് സംവിധാനം പരാജയപ്പെടുന്നതിനാൽ ജീവനക്കാർ ഹാൻഡ് സ്കാനർ ഉപയോഗിച്ച് ടോൾ പിരിക്കുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. പ്രതികരണങ്ങൾ കാണാം ആദ്യം. മാനുവലായിട്ട് ചെയ്തിട്ടും ആയിട്ടില്ല വരെ തുറന്നു തന്നതാ എനിക്ക് സംശയം. അവരെന്തെങ്കിലും പറയുന്നുണ്ട് എന്തുകൊണ്ട് അത് റീഡ് ആകാതെ പോകുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു ഡിലേ വരുന്നില്ല. അതുകൊണ്ട് ഡിലേ ഉണ്ടായിരുന്നു. ഡിലേ വരുന്നുണ്ടോ? വരുന്നുണ്ട്. സ്കാനർ ഓൾറെഡി മുകളിലുണ്ട്, അതിൽ സ്കാൻ ആകുന്നില്ല അല്ലേ? മാനുവലായിട്ട് ചെയ്യണം. സിനോജ് തോമസ് സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ശരിയാണ്, ഈ ടോൾ പ്ലാസയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ നാശനഷ്ടം ഉണ്ടാക്കി വാഹനങ്ങൾ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു നിയമപ്രശ്നമാണ്. പോലീസ് അതിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. മാധവ്, തീർച്ചയായിട്ടും. അതായത് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ ഒളവണ്ണ ടോൾ പ്ലാസയിലാണ്. എല്ലാ ദിവസവും ഇവിടെ പോലീസിന് ഇടപെടേണ്ട സാഹചര്യമാണ്. ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാരും വാഹന യാത്രക്കാരും തമ്മിൽ തർക്കങ്ങൾ പതിവാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ഒരു കാറ് ഇടിച്ചു തെറിപ്പിച്ച് ബോണറ്റിൽ ഇട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അത് മാത്രമല്ല, ഈ ടോൾ നൽകാതെ വെട്ടിച്ചു പോകുന്ന ബിരുദന്മാരുമുണ്ട്. ഞായറാഴ്ച മാത്രം 86 വാഹനങ്ങളാണ് അങ്ങനെ കടന്നുപോയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി വരെ 32 വാഹനങ്ങളും ടോൾ കൊടുക്കാതെ പോയി. ടോൾ കൊടുക്കാതെ പോവുക എന്ന് പറയുമ്പോൾ ആ കാണുന്ന ബൂം ബാരിയർ അത് ഇടിച്ചു തെറിപ്പിച്ചാണ് വണ്ടി കടന്നു പോകുന്നത്. മുൻപിലുള്ള കാർ പോകുന്ന സമയത്ത് അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ വാഹനം കടന്നു പോകുന്നു. അത് KSRTC ബസ്സുകളുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ടോൾ പ്ലാസയിൽ ഈ വലിയ ഗതാഗത കുരുക്ക് ചില സമയങ്ങളുണ്ടാകും. ഈ സമയത്ത് വലിയ തിരക്കില്ല. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഓഫീസ് ടൈമിലൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ. അതിന്റെ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഫാസ്ടാഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ പണം അടയ്ക്കേണ്ട സമയമെടുക്കും. അങ്ങനെ വലിയ നീണ്ട നിര പുറകോട്ട് വരും. അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ വലിയ നിര പുറകോട്ട് വരും. അതും അല്ലെങ്കിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അതിനും അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദേശീയപാത അതോറിറ്റിയുടെയും ഈ ടോൾ പ്ലാസ കമ്പനിയുടെയും പ്രശ്നമാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്ടാഗിൽ നിന്ന് പണം കട്ടാകേണ്ടതാണ്, സ്കാനർ വേണ്ടതാണ്. പക്ഷേ ചില വാഹനങ്ങളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പണം കട്ടാവില്ല. പകരം ഇവർ കൈകൊണ്ട് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഫാസ്ടാഗിൽ നിന്ന് പണം ഈടാക്കേണ്ട സാഹചര്യം വരും. ആ സമയത്ത് കൂടുതൽ സമയമെടുക്കും. അതിന് സാങ്കേതിക പ്രശ്നമാണ്. അതായത് ഇവിടെയുള്ള സ്കാനറുകൾ പിടിപ്പിച്ചിരിക്കുന്നത് ഒരു തൂണിന്റെ മുകളിലാണ്. ആ തൂണിന്റെ മുകളിൽ ഉള്ള സ്കാനറിൽ നിന്ന് കറക്റ്റ് വാഹനത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ ഫാസ്ടാഗിലേക്ക് കറക്റ്റ് സിഗ്നൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പണം അക്കൗണ്ടിൽ നിന്ന് പിടിക്കില്ല. അതായത് ഈ വാഹനം നിർത്തുന്നത് അല്പം പുറകോട്ടോ മുന്നോട്ടോ ആയി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്കാനിങ് നടക്കില്ല. ആ ഘട്ടത്തിലാണ് ഇവിടെയുള്ള ജീവനക്കാർ മാനുവലായിട്ട് കൈകൊണ്ട് അത് സ്കാൻ ചെയ്തെടുക്കേണ്ട സാഹചര്യം വരും. ആ സമയത്ത് വീണ്ടും സമയമെടുക്കുന്നു, പുറകിൽ വാഹനങ്ങൾ വരുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ പ്രശ്നം ഈ ടോൾ പ്ലാസിൽ ഉണ്ടാകാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ടോൾ പ്ലാസിൽ സ്കാനർ മുകളിലാണ് സ്ഥാപിക്കുക. അതായത് ദൂരെ നിന്ന് തന്നെ വാഹനത്തിന്റെ ഈ ഫാസ്ടാഗിൽ നിന്ന് പണം ഈടാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വലിയ വാഹനങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ കണ്ടു, ബസ്സും ലോറിയൊക്കെ തന്നെ വന്ന സമയത്ത് ഇവിടെ ജീവനക്കാർ കഷ്ടപ്പെട്ട് അതിന്റെ മുകളിൽ കയറി കൈകൊണ്ട് സ്കാൻ ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചില ബിരുദന്മാർ, അത് ആഡംബര വണ്ടി ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഈ ബൂം ബാരിയർ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക്, പ്രത്യേകിച്ച് ദീർഘദൂര ബസ്സുകൾക്ക് ഈ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലെ കടന്നു പോകാൻ പാടില്ല. അവർ പഴയ ദേശീയപാത വഴിയാണ് പോകേണ്ടത്. പക്ഷെ അവിടെ ഗതാഗത കുരുക്കായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ബസ്സുകൾ കൂടി ഇതുവഴി കടന്നു പോകുന്നത് കാണാനുണ്ട്. ഇതിലെ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങളാണ്. അത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകൾ പോലും ഇത്തരത്തിൽ ടാക്സ് കൊടുക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫാസ്ടാഗ് നൽകാതെ കടന്നു പോകുന്നത് കാണുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ടോൾ പ്ലാസയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു കാരണം ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളടക്കം ടോൾ പ്ലാസയിൽ നിന്ന് നിയമം ലംഘിച്ചു കടന്നു പോകുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഇടപെടലുണ്ടായിരിക്കുന്നത്.